ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ നമുക്ക് BB7 റിവ്യൂ കണ്ടാലൊന്ന് ഡേ 10 റിവ്യൂ. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് BB7 തുടങ്ങിയിട്ട് പിന്നെ കാണിച്ചത് സ്റ്റാർട്ടിങ് തന്നെ ആദ്യമൊക്കെ കുറച്ച് ബോറിംഗ് ആയിരുന്നു. അടുക്കളയിൽ നിന്നുള്ള കലഹം, അടുക്കളയിലുള്ള കലഹവും, അനീഷിൻ്റെ മേത്തേക്കുള്ള ചാടിക്കയറ്റം, ഇതൊക്കെ തന്നെയാണ് സ്റ്റാർട്ടിങ് കണ്ടത്. പിന്നെ നമ്മൾ കണ്ടത് ഗെയിമിൻ്റെ ബിഗ് ബോസ് ആൾ ഒരു പുലിയാണ് കേട്ടാ. എന്താ പ്രശ്നം ഉണ്ടാക്കാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾ. പ്രശ്നമൊന്നും ഇല്ലാന്നിരിക്കുമ്പോൾ ബിഗ് ബോസ് ഇടയിൽ ഇട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങനെ സഹായിച്ചവരെ ആരൊക്കെ പറ്റാത്തത് ചോദിച്ചപ്പോൾ ശാരികയും നല്ല ആൾക്കാരാട്ടോ, സത്യം പറഞ്ഞല്ലോ ഒന്നല്ലെങ്കിൽ അതുപോലെ അല്ലേ. കാരണം അവർക്ക് വലുത് അവരുടെ സേഫ്റ്റി അല്ലേ. അപ്പോൾ അത് പറഞ്ഞു. ശാരികയുടെ കാര്യം പറഞ്ഞു. പിന്നെ അനീഷിൻ്റെ കാര്യം പറഞ്ഞു. എനിക്കും തോന്നി ഇപ്പം ഞാനാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മളെ സേഫ്റ്റി തന്നെയാണ് നോക്കേണ്ടത്. അത് അനീഷ് ചെയ്തു, അത്രയേ ഉള്ളൂ. ബിക്കോസ് എനിക്കും ഓൾറെഡി അനീഷ് ടാർഗറ്റഡ് ആണ് അവിടെ. അവരുടെ ഇടയിൽ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലേ. അപ്പോൾ പിന്നെ അനീഷിനകത്ത് തോന്നിയിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ശരി, ഇന്നത്തെ കളി അത്യാവശ്യം നന്നായി കളിച്ചിട്ടുണ്ട് നമ്മളെ അനുമോളെ എൻ്റെ ശരത്ത്. ബട്ട് ഇന്നലത്തേൽ എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. ഓക്കെ. പിന്നെ എല്ലാത്തിനും എന്താ അറിയോ, ഒരു നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മൾ റെസ്പോൺസ് ചെയ്യുമ്പോൾ ക്രൂരഭാവം വരുമ്പോഴാണ് ആൾക്കാർക്ക് വെറുപ്പ് പിടിക്കാൻ തുടങ്ങുക. എനിക്കങ്ങനെ വെറുപ്പ് പിടിക്കുന്ന ആളാണ് അനുമോൾ എന്ന് പറഞ്ഞത്. എനിക്കെന്താ അതിന് തീരെ ഇഷ്ടമല്ല. എനിക്ക് ആദ്യം മുതലേക്ക് അതിന് ഇഷ്ടമല്ല. അപ്പോൾ ഈ BB7 കൂടി എനിക്ക് കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അവിടെ സാധനത്തിന്. പിന്നെ ഷഫിൾ ചെയ്തപ്പോൾ അനീഷിന് ആദിലെന്ന് പറയാനെങ്കിൽ കിട്ടി. പിന്നെ ശൈത്യനെയാണ് കിട്ടിയത്. നോക്കാം ഞാൻ അവരെങ്ങനെ കളിച്ചതാവും, നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ ശാരികയ്ക്കും കിട്ടിയത് വിന്നിയല്ലേ ശാരിക കിട്ടിയത്. വിന്നി കിട്ടി. പിന്നെ ശാരികയ്ക്ക് വിന്നിയൻ്റെ അതിലെന്ന് പറയുകയാണ് കിട്ടിയത്. അല്ല, എന്താണ് പേര്, ശാരികയ്ക്ക് വിന്നി. പിന്നെ ആരാ കിട്ടിയത് ഓർമ്മയില്ല കേട്ടോ. ആരാ കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതുപോലെ കിച്ചൺ ഇഷ്യൂസ്, സാധനം കട്ടുകൊണ്ട് പോണത്, അതൊന്നും വേറൊരുത്തം കട്ടുകൊണ്ട് പോണേന് ഞാൻ സത്യം പറഞ്ഞാണല്ലോ അനീഷ് ഫാനായി മാറുന്നുണ്ട് കേട്ടോ. വേറൊരാൾ ഒരു കട്ട് പോണേന് അനീഷിനെ കുറ്റം പറയുന്നത് എന്തിനാണ് അല്ലേ. പിന്നെ ഓവറോൾ ക്യാമ്പയിൻ ഇപ്പോൾ അനീഷ് പറഞ്ഞു എന്ന് വിചാരിക്കുക, അവരാരെങ്കിലും കേൾക്കാൻ നിൽക്കുമോ? ആരും കേൾക്കില്ല. അപ്പോഴും അനീഷിനെ തന്നെയാവും ചിലപ്പോൾ ചാടി കയറുക അല്ലേ. പിന്നെ ഒരു കാര്യം എനിക്ക് മൊണ്ണ ക്യാപ്റ്റൻ ചില ആൾക്കാർക്ക് ചില ക്യാരക്ടേഴ്സ് ഒട്ടും പിടിക്കില്ല. അപ്പം ഞാൻ ഷാനവാസിൻ്റെ കാര്യം പറഞ്ഞു വെച്ചാൽ, ഷാനവാസിൻ്റെ ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണ് നമ്മളെല്ലാം കാണണം അതിൽ. അപ്പോൾ അയാൾ വന്ന് പെട്ടെന്ന് മൊണ്ണ ക്യാപ്റ്റൻ അതൊന്നും രസമില്ല കേട്ടോ. ഷാനവാസിയുള്ള കാര്യം പറയാമല്ലോ. താങ്കളിപ്പോൾ BB7 സമയത്ത് ഇത് കാണൂലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും പറയാണ്, അങ്ങനത്തെ ക്യാരക്ടറൊന്നും നന്നല്ല. എന്തൊക്കെയായാലും നമ്മളെ ഇതിൽ ലിമിറ്റ്സിൽ നിൽക്കണം അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജീവിതകഥകൾ പറഞ്ഞു. ജീവിതകഥകൾ ഓരോരുത്തർക്ക് പാസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പാസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്താ അറിയോ, അത് മീഡിയൻ്റെ മുന്നിൽ വന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച് അത് BB1 മുതൽ BB7 മുതൽ എപ്പിസോഡ്സ് കണ്ടാൽ നമുക്കറിയാം എന്താ അവർ ഈ സ്റ്റോറീസ് പറയുമ്പോൾ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞത്. സോ അതൊക്കെ ആ ട്രെൻഡൊക്കെ പോയി. ചില്ലായിട്ട് പറയുമ്പോൾ അതൊരു യുണീക്കായിട്ട് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ. പിന്നെ അഗെയിൻ നമ്മൾ കാണുന്നത് സ്ക്രബിൻ്റെ ഇഷ്യൂസും മേക്കപ്പിൻ്റെ ഇഷ്യൂസും. അനുമോൾ വെറുതെ എന്തിനാ, ചിലപ്പോൾ ഞാൻ വേറെ വല്ല വേർഡ് യൂസ് ചെയ്യും. എനിക്കത് അങ്ങനെ എന്തോ വല്ലാത്ത അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഇപ്പോൾ വെച്ചിട്ട്. പിന്നെ ജിസയിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കുട്ടീൻ്റെ മുഖം കണ്ടാൽ എപ്പോഴും മേക്കപ്പ് ചെയ്ത അതേ ഫേസാണ്. അത് ചിലപ്പോൾ ഓൾറെഡി അതിൻ്റെ ഫേസ് അങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ എപ്പോഴും അതിൻ്റെ മുഖത്തിന് ഒരു വെള്ളപ്പ് കുറച്ച് കൂടുതലുണ്ട്. അത് മേക്കപ്പിൻ്റെ ആണോ എന്താണെന്നറിയില്ല. പക്ഷെ ഇതൊക്കെ തന്നെയല്ല. അപ്പോൾ ഇന്നിപ്പോൾ സീരിയസ് ആയിട്ട് ഒന്നും ഞാൻ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. ഓക്കെ. വളരെ ബോറിങ് എപ്പിസോഡായിരുന്നു. 1-2 കാര്യങ്ങൾ ചിരിക്കാൻ ആ പറച്ചിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു എന്നല്ലാതെ എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല ഇന്നത്തെ ബിഗ് ബോസിൽ. ഓക്കെ. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണേ. ബൈ, ഗുഡ് നൈറ്റ്.